നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഈ ഫോട്ടോയിൽ കാണുന്ന നൈറ്റിയുടെ നെക്ക് ഡിസൈനാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ നൈറ്റിയുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ എ ലൈൻ നൈറ്റി കട്ട് ചെയ്യാറുള്ളത് പോലെ ഫ്രണ്ടും ബാക്കും സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ടാണ്, ഫ്രണ്ടിലാണ് ആ നെക്ക് ഡിസൈൻ ചെയ്യുന്നത്. വേണ്ടി ഞാനിവിടെ ഒരു പീസ് പേപ്പർ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത്. നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ താഴോട്ട് ഇറക്കം ഒരു 9 ഇഞ്ചും ഇങ്ങോട്ടേക്ക് ഒരു 10.5 ഇഞ്ചും വീതി എടുത്തിട്ടുണ്ട്. അതിനെ നടുവേ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനിയും മുകളിലായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഫോൾഡ് ചെയ്ത വശത്ത് നിന്ന് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്. നെക്കിന് ഇറക്കം 6 ഇഞ്ചാണ്. ഇതൊരു ബോക്സ് ആക്കി എടുക്കുക. ഇതിനുള്ളിലായിട്ട് ഒരു സ്വീറ്റ് ഹാർട്ട് ഷേപ്പിലുള്ള ഒരു നെക്ക് ഡിസൈനാണ് വരച്ചെടുക്കുന്നത്. പിക്ചറിൽ ഇതേപോലെയുള്ള ഒരു നെക്കാണ് കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം സൈഡിലേക്ക് ഒരു 1.5 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. എല്ലാ സൈഡിലേക്കും 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് ഇതേ ഷേപ്പിൽ വരച്ചെടുക്കണം. ഇതേപോലെ 1.5 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്ത് നെക്കിന് കൊടുത്ത അതേ ഷേപ്പിൽ ഔട്ടറിലും മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഇനിയും ഈ നൈറ്റി ക്ലോത്തിന് മാച്ചായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലെയിൻ ക്ലോത്തിലാണ് ഞാൻ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത നെക്ക് ഒരു പീസ് ക്ലോത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിവിടെ ഒരു പൈപ്പിംഗ് ചെയ്തെടുക്കണം ഇതിൻ്റെ ഈ സൈഡിലായിട്ട്. അതിനുവേണ്ടി നൈറ്റിയുടെ ബാലൻസ് വന്ന ക്ലോത്ത് ക്രോസായിട്ട് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രോസ് പീസ് ഉപയോഗിച്ച് സാധാരണ നമ്മൾ പൈപ്പിംഗ് ചെയ്യാറുള്ളത് പോലെ ഇവിടെ 4 ഇഞ്ച് ഗ്യാപ്പിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഇതേപോലെ ഒരു ചെറിയ പൈപ്പിംഗ് ചെയ്തെടുക്കുക. ഇതേപോലെ ചെറിയ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് അരികിലായിട്ട്. അതിനുശേഷം ഇത് നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ചീത്ത വശത്തായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യുക. അതുപോലെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ കറക്റ്റ് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ നെക്ക് ഈ ക്യാൻവാസ് വെച്ച് അരികിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഉള്ളിലുള്ള ക്ലോത്ത് 4 ഇഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നെക്കിന് ഉള്ളിലുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്ത് ചെറിയ കർവ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കാം. നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഇത് നൈറ്റി ക്ലോത്തിലായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇവിടെ ഔട്ടറിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ ആ പിക്ചറിൽ ഇവിടെ ഇങ്ങനെ ഒരു കെട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു ത്രെഡ് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ അതിനടിയിലായിട്ട് നൈറ്റിയുടെ ക്ലോത്ത് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മാച്ചാകുന്ന ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഇവിടെ ഇങ്ങനെ അതുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഞാനിവിടെ ഒരു ബട്ടൺ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനെയും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നെക്ക് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി ഒരു ബട്ടൺ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ആ ഫോട്ടോയിലെ ഒരു പോക്കറ്റ് കൂടെ നൈറ്റിക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ പോക്കറ്റിനുള്ള ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റൈറ്റ് സൈഡിലായിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഇവിടെയായിട്ട് ഞാൻ ഈ പോക്കറ്റ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയും നൈറ്റിയുടെ ബാക്ക് നെക്ക് സാധാരണ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുക. ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ള ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നൈറ്റി കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഫൈനൽ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ നെക്ക് ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.